ലോകത്തിന്റെ ആശങ്കാ കേന്ദ്രമായി ഹോർമൂസ് കടലിടുക്ക് മാറുകയാണ് എന്ന് വേണം പറയാൻ. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കടലിടുക്ക് വരുതിയിൽ നിർത്താൻ അമേരിക്ക ശ്രമം തുടങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്തരം ഭീഷണികൾക്കൊന്നും ഇറാൻ വഴങ്ങുന്നില്ല. ഹോർമൂസ് അടച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ രംഗത്തെത്തി. ഹോർമൂസ് ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നും എന്നാൽ ഇറാൻ മണ്ണിനെ എതിർക്കുന്നവർക്ക് പ്രവേശനമില്ലെന്നും പെസൻഷ്കിയാൻ സമൂഹമാധ്യമമായ എക്സിൽ ഇന്നലെ പറഞ്ഞിരുന്നു. ഇറാനെതിരെയുള്ള ഭീഷണിയും ഭീകരതയും രാജ്യത്തെ കൂടുതൽ ഐക്യമുള്ളതാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് പൂർണ്ണമായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് പെസൻഷ്കിയാന്റെ മറുപടി. ഇറാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന മിഥ്യാധാരണ ചരിത്രം രചിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തിയോടുള്ള നിരാശയാണ്. ഭീഷണിയും ഭീകരതയും ഞങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്തുകയുള്ളൂ. ഞങ്ങളുടെ മണ്ണിനെ എതിർക്കുന്നവർക്കൊഴികെ മറ്റെല്ലാവർക്കും ഹോർമൂസിൽ പ്രവേശനമുണ്ട്. യുദ്ധകളത്തിൽ നേരിടുന്ന ഭ്രാന്തമായ ഭീഷണികളെയെല്ലാം ഞങ്ങൾ ശക്തമായി തന്നെ നേരിടും, അദ്ദേഹം പറഞ്ഞു. അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മുന്നറിയിപ്പും എത്തിയിട്ടുണ്ട്. ഇറാന്റെ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായിട്ടാണ് ഈ മുന്നറിയിപ്പ്. തകർക്കപ്പെടുന്ന ഊർജ്ജ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാന്റെ സൈനിക കമാൻഡർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാൻ 48 മണിക്കൂറിനകം നിർണായക കപ്പൽ പാത തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ സംവിധാനങ്ങളെ തുടച്ചു നീക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ താക്കീത് വരുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് ഫലത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രായേലിനും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും നേരെ ഇതിനോടകം തന്നെ ഇറാൻ മിസൈൽ ഡ്രോണാക്രമണങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇസ്രായേലിന്റെ ഊർജ്ജ വാർത്താ വിനിമയ മേഖലകളെയും അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള മറ്റ് പ്രാദേശിക രാജ്യങ്ങളിലെ സംവിധാനങ്ങളെയും ലക്ഷ്യം വയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ എല്ലാ ഊർജ്ജ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളും US ഓഹരി ഉടമകളുള്ള മേഖലയിലെ സമാന കമ്പനികളെ ലക്ഷ്യമിടും. US താവളങ്ങൾ നിലവിലുള്ള പ്രാദേശിക രാജ്യങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾ ഞങ്ങൾക്ക് ലക്ഷ്യങ്ങളായിരിക്കും, IRGC പ്രസ്താവനയിൽ പറഞ്ഞു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തെ ആകെ എണ്ണയുടെയും LNGയുടെ ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടെ ഇവിടുത്തെ കപ്പൽ ഗതാഗതം കുത്തനെ ഇടിഞ്ഞു. കപ്പൽ ഗതാഗത ഡേറ്റാ സ്ഥാപനമായ കെപ്ലറുടെ കണക്കുകൾ പ്രകാരം സാധാരണ നിലയിലുള്ള ഗതാഗതത്തിന്റെ വെറും 5% മാത്രമാണ് ഇപ്പോൾ കടലിടുക്കിലൂടെ നടക്കുന്നത്. തങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച പല കപ്പലുകളെയും ഇറാനിയൻ സൈന്യം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. തങ്ങളുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളിലെ ചില കപ്പലുകളെ കടന്നുപോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ തടയുമെന്നാണ് ഇറാന്റെ നിലപാട്.